വെൽക്കം ടു റിജു ആൻഡ് BSK ഓൺലൈൻ ക്ലാസ്സസ്. ഇന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിവെച്ച റേഡിയോ ആക്ടിവിറ്റിയിൽ നിന്നാണ്. അതായത് ഒരു ന്യൂക്ലിയസിൻ്റെ N/P റേഷ്യോ, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ മെറ്റീരിയൽ റേഡിയോ ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇഫ് ദ N/P റേഷ്യോ എക്സീഡ്സ് around 1.3, that material will itself become naturally radioactive. അപ്പോൾ നാച്ചുറലി റേഡിയോ ആക്റ്റീവ് ആവുന്നത് ആ ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുമ്പോഴാണ്. സോ ടു അറ്റൈൻ ദ സ്റ്റെബിലിറ്റി, ദ മെറ്റീരിയൽ ഇറ്റ്സെൽഫ് വിൽ എമിറ്റ് എനർജി ആൻഡ് മാറ്റർ ടിൽ ഇറ്റ് അറ്റൈൻസ് സ്റ്റെബിലിറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങേണ്ടത് എന്താണ് റേഡിയോ ആക്ടിവിറ്റി, റേഡിയോ ആക്റ്റീവായിട്ടുള്ള മെറ്റീരിയൽ എമിറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് എനർജിയാണ് അവർ എമിറ്റ് ചെയ്യുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളാണ് നമുക്കിന്ന് കാണേണ്ടത്. റേഡിയോ ആക്ടിവിറ്റി. അപ്പോൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് നമ്മൾ എടുക്കുന്നു വിത്ത് N/P എക്സീഡിങ് 1.3. നമുക്കിപ്പോൾ യുറേനിയം തന്നെ എടുക്കാം. യുറേനിയം എന്ന് പറയുമ്പോൾ യുറേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 92 ആണ്. അതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 238 ആണ്. ഇതിൽ നിന്ന് ഒരു ഇത് എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ N/P റേഷ്യോ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 92 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് വരുമ്പോൾ അറൗണ്ട് 146 അല്ലേ വരുന്നത്. സോ ഈ മെറ്റീരിയലിൻ്റെ N/P എന്ന് പറയുന്നത് 146 ഡിവൈഡഡ് ബൈ 92. 146/92 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അറൗണ്ട് 1.5 വരും. സോ നമുക്ക് ഉറപ്പിക്കാം ഇത് നാച്ചുറലി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ ഇതുപോലെ നാച്ചുറലി റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻറ്റുകളാണ്. ഇപ്പോൾ യുറേനിയം തന്നെയല്ല, ജനറലായിട്ട് നമുക്ക് പറയാം അൺസ്റ്റേബിൾ ആവുന്ന സമയത്ത് അത് 3 ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് ആണ് അതിൽ നിന്ന് വരുന്നത്. 3 ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് എന്ന് പറഞ്ഞാൽ അതിൽ 2 ടൈപ്പ് പ്യുവർലി പാർട്ടിക്കിളാണ്, ഒരെണ്ണം ഗാമ റേഡിയേഷനാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഒരു ന്യൂക്ലിയസിൽ നിന്ന് ആദ്യമായിട്ട് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസിൽ നിന്ന് ആദ്യമായിട്ട് എമിറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിൾ എനർജിയാണ്, അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾസ് ഹീലിയം ന്യൂക്ലിയസ് ആണ് അതിൽ നിന്ന് ആദ്യമായിട്ട് എമിറ്റ് ചെയ്യുന്നത്. സോ ഇനീഷ്യലി വി ഹാവ് ടു സീ വാട്ട് ഈസ് മീൻ ബൈ ആൻ ആൽഫ എമിഷൻ. അപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ആൽഫ എമിഷൻ ആണ്. ദാറ്റ് ഈസ് ആൽഫ എമിഷൻ ഒരു ന്യൂക്ലിയസിൽ നിന്ന് ആദ്യമായിട്ട് വരുന്ന റേഡിയേഷനാണ്, അതും കൂടെ ആലോചിക്കണം. ആൽഫ എമിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഹീലിയം ന്യൂക്ലിയസ്, ആൽഫ എമിഷൻ. രണ്ടാമത് വരുന്നത് ബീറ്റ എമിഷനാണ്. ബീറ്റ എമിഷൻ എന്ന് പറയുമ്പോൾ അത് 2 തരം ബീറ്റ എമിഷൻസ് ഉണ്ടാവാറുണ്ട്. അതായത് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നത് ബീറ്റ മൈനസ് എമിഷനാണ്. പിന്നെ ഒരെണ്ണം കൂടെയുണ്ട്, ദാറ്റ് ഈസ് ബീറ്റ പ്ലസ് എമിഷൻ. ബീറ്റ മൈനസ് എന്ന് പറഞ്ഞാൽ ദേ ആർ നത്തിങ് ബട്ട് ഇലക്ട്രോൺസ് E മൈനസ്. ബീറ്റ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ആയിട്ടുള്ള പോസിട്രോൺ ആണ് അവിടെ എമിറ്റ് ചെയ്യുന്നത്. സോ ഇൻ ബീറ്റ പ്ലസ് എമിഷൻ ഇറ്റ് വിൽ എമിറ്റ് എ പോസിട്രോൺ. പോസിട്രോൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് E പ്ലസ് ആണ്. ഇലക്ട്രോണിൻ്റെ സെയിം മാസും എന്നാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ചാർജും ഉള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ പോസിട്രോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ പ്രോട്ടോൺ ആണെന്ന് പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. പ്രോട്ടോൺ അല്ല, പോസിട്രോൺ ആണ്. ആൻറ്റി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ഐഡൻറ്റിക്കൽ ആയിരിക്കണം എക്സെപ്റ്റ് ചാർജിൽ മാത്രം. ഓക്കെ, അപ്പോൾ അത് എല്ലാ നമ്മളുടെ പാർട്ടിക്കിൾ ഫിസിക്സിൻ്റെ ഒരു തിയറം അനുസരിച്ച് എല്ലാ പാർട്ടിക്കിൾസിനും അതിൻ്റേതായിട്ടുള്ള ആൻറ്റി പാർട്ടിക്കിൾ ഉണ്ടാവും. പ്രോട്ടോണിനാണെങ്കിലും ഉണ്ടാവും. ചാർജുള്ള എല്ലാ പാർട്ടിക്കിളിനും അതിൻ്റേതായിട്ടുള്ളൊരു ആൻറ്റി പാർട്ടിക്കിൾ ഉണ്ടാവും. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ ന്യൂട്രിനോ, ആൻറ്റി ന്യൂട്രിനോ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളിനെ പറ്റി ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ആ ആൻറ്റി ന്യൂട്രിനോടെ ജസ്റ്റ് ഓപ്പോസിറ്റ് പാർട്ടിക്കിൾസ് ആണ് ന്യൂട്രിനോ എന്ന് പറയുന്നത്. അത് പക്ഷേ ചാർജ്ഡ് പാർട്ടിക്കിളല്ല, ചാർജ്ലെസ് പാർട്ടിക്കിളാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ഇത് ബീറ്റ മൈനസും ബീറ്റ പ്ലസ് എമിഷൻ 2 തരം ബീറ്റ എമിഷൻസ് നടക്കുന്നുണ്ട്. ആൻഡ് ദ തേർഡ് വൺ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ഗാമ എമിഷൻ. ഗാമ എമിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്യുവർലി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ. അറിയാലോ, എക്സ്റേ, ഗാമ റേ, ഈ 2 നമ്മളുടെ സോളാർ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള റേഡിയേഷൻ. ശരിക്കും നമ്മൾ ന്യൂക്ലിയർ റേഡിയേഷൻ എന്ന് പറയുന്നത് ആൽഫ എമിഷനെയോ ബീറ്റ എമിഷനോ അല്ല, ശരിക്കും അവിടുന്ന് ഏറ്റവും പെനിട്രേറ്റിംഗ് പവറുള്ള
ഗാമ എമിഷനാണ് ശരിക്ക് ന്യൂക്ലിയർ റേഡിയേഷൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്ത് കാണുന്നത്. അപ്പോൾ ഈ ആൽഫ ബീറ്റ ഗാമ എമിഷനുകളുടെ അല്ലെങ്കിൽ ഈ ആൽഫ ബീറ്റ ഗാമ പാർട്ടിക്കിൾസിൻ്റെ ഗാമ പാർട്ടിക്കിൾ അല്ല, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി. അതിൻ്റെ ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആൽഫ ബീറ്റ ആൻഡ് ഗാമ. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ആണെങ്കിൽ അതിൻ്റെ മാസ്, ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു, ഹീലിയം ന്യൂക്ലിയസ് ആണെയാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. സോ ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 അറ്റോമിക് മാസ്. ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ 4 അറ്റോമിക് മാസ് യൂണിറ്റ് ആയിരിക്കും അതിൻ്റെ മാസ് വരുന്നത്. ആൻഡ് ദ ചാർജ് വിൽ ബി +2e. ബീറ്റ പാർട്ടിക്കിൾ ആണെങ്കിലോ, ബീറ്റ പാർട്ടിക്കിൾ ആണെങ്കിൽ ബീറ്റ പ്ലസും വരാം ബീറ്റ മൈനസും വരാം. അപ്പോൾ എന്തായാലും അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇലക്ട്രോണിക് മാസിന് ഈക്വൽ ആയിരിക്കും. ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? +e വരാം -e വരാം. അപ്പോൾ അവിടെ 2 എമിഷൻ ഉള്ളതുകൊണ്ട് ബീറ്റ മൈനസിനെയും ബീറ്റ പ്ലസിനെയും നമുക്ക് സെപ്പറേറ്റ് പറയാം. ബീറ്റ മൈനസ് ആണെങ്കിൽ അതിൻ്റെ മാസ് വരുന്നത് മാസ് ഇസ് ഈക്വൽ ടു ദ മാസ് ഓഫ് ഇലക്ട്രോൺ. ഇതാണെങ്കിലും ഈക്വൽ ടു ദ മാസ് ഓഫ് ഇലക്ട്രോൺ. ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് -e എന്ന് തന്നെ വരും, ഇതിന് +e എന്ന് വരും. ഗാമ റേഡിയേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പിന്നെ ഡൗട്ട് ഇല്ലല്ലോ. ഗാമ എന്ന് പറയുന്നത് മാസ്ലെസ് ആയിട്ടുള്ള ചാർജ്ലെസ് ആയിട്ടുള്ള പാർട്ടിക്കിളാണ്. സോ ഗാമ ഇസ് massless and also chargeless particle. ഇനി ഇതിൻ്റെ മാസ് പറഞ്ഞു, ചാർജ് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ബേസിക് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ സ്പീഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി c/10 ആണ്. അപ്രോക്സിമേറ്റ്ലി c/10. c എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇതിൻ്റെ വെലോസിറ്റി പിന്നെ പറയണ്ടല്ലോ, ദാറ്റ് ഈസ് c ഇറ്റ്സെൽഫ്. നമ്മുടെ ബീറ്റ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അപ് ടു ദ മാക്സിമം അത് 90% ഓഫ് c വരെ വരാം. 90% ഓഫ് c എന്ന് പറഞ്ഞാൽ 0.9 c എന്ന് എഴുതാം നമുക്കവിടെ. അപ് ടു ദ മാക്സിമം, അതായത് ഒരു c/10 തൊട്ട് 0.1 c തൊട്ട് 0.9 c വരെയാണ് ബീറ്റ പാർട്ടിക്കിൾസിന് കിട്ടാവുന്ന എനർജി. പിന്നെ അതുപോലെ തന്നെ മറ്റ് ക്യാരക്ടറിസ്റ്റിക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അയണൈസേഷൻ പവർ, ആൽഫ പാർട്ടിക്കിൾ ചാർജർ പാർട്ടിക്കിളാണ്. ആൽഫ പാർട്ടിക്കിളിൻ്റെയും അയണൈസേഷൻ എനർജി വളരെ കൂടുതലാണ്. ബീറ്റ പാർട്ടിക്കിൾ ആയിക്കഴിഞ്ഞാൽ അയണൈസേഷൻ എനർജി വളരെ കുറയും. ഗാമ പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് അയണൈസേഷൻ പവർ ഇല്ല. പിന്നെ പെനിട്രേറ്റിംഗ് പവറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൽഫയ്ക്ക് ലീസ്റ്റ് പെനിട്രേറ്റിംഗ് പവറാണ്, ബീറ്റയ്ക്ക് കുറച്ചും കൂടെ പെനിട്രേറ്റിംഗ് പവർ ഉണ്ട്. ഗാമ ഹാസ് മാക്സിമം പെനിട്രേറ്റിംഗ് പവർ. പിന്നെ അതുപോലെ നമ്മൾ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബിഹേവിയർ വിത്ത് റെസ്പെക്ട് ടു ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഗാമ റേഡിയേഷൻ ഇലക്ട്രിക് ഫീൽഡിലോ മാഗ്നറ്റിക് ഫീൽഡിലോ യാതൊരു തരത്തിലുള്ള ഡിഫ്ലക്ഷനും കാണിക്കില്ല. കാരണം അത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ആസ് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്, എനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് or electromagnetic energy will not show any deflection towards electric and magnetic field. കാരണം അതിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എനർജി ഡെൻസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഡെൻസിറ്റിയും രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇറ്റ് വിൽ നെവർ ഷോ എനി ഡിഫ്ലക്ഷൻ. പക്ഷേ ആൽഫ പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡിഫ്ലക്ട്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളാണ്. സോ ഇഫ് യു അപ്ലൈ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് വിൽ മൂവ് അലോങ് വിത്ത് ദ ഇലക്ട്രിക് ഫീൽഡ്. അതേപോലെ തന്നെ ബീറ്റ പാർട്ടിക്കിൾ ആണെങ്കിൽ ബീറ്റ 2 തരത്തിലുണ്ട്. ബീറ്റ മൈനസ് ആണെങ്കിൽ ഇറ്റ് വിൽ മൂവ് അഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദിസ് വിൽ മൂവ് അലോങ് വിത്ത് ദ ഇലക്ട്രിക് ഫീൽഡ്. ഇനി മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം ഇനിയിപ്പോൾ നമ്മൾ പറയേണ്ട കാര്യമില്ല, ഒരു ഡിഫ്ലക്ഷനും അത് കാണിക്കുന്നില്ല. ഇനി ആൽഫ പാർട്ടിക്കിളിലേക്ക് വരികയാണെങ്കിൽ ആൽഫ ആണെങ്കിലും ബീറ്റ ആണെങ്കിലും ദേ വിൽ ഷോ ഡിഫ്ലക്ഷൻ അക്കോർഡിംഗ് ടു ദ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അതിപ്പോൾ ആൽഫ പാർട്ടിക്കിൾ ആയാലും ബീറ്റ പാർട്ടിക്കിൾ ആയാലും ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ലോറൻസ് ഫോഴ്സ് ആസ് F = QVB sin θ. സോ കൂടുതൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് എപ്പോഴും ആരാണെന്ന് നമുക്ക് പറയാം, അത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ദാറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ വെലോസിറ്റി ഓൾസോ. അപ്പോൾ ആൽഫ ആണെങ്കിലും ബീറ്റ ആണെങ്കിലും രണ്ടു പേർക്കും മാഗ്നറ്റിക് ഫീൽഡിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവും ആസ് പെർ ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഇതിനെപ്പറ്റി പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അതിന് യാതൊരു വിധത്തിലുള്ള ഡിഫ്ലക്ഷനും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ആൽഫ ബീറ്റ ഗാമ റേഡിയേഷൻസിൻ്റെ ജനറലായിട്ടുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ കണ്ടതിന് ശേഷം നമുക്കിത് ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇൻ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് യുവർ എക്സാമിനേഷൻസ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആൽഫ എമിഷനിൽ തന്നെ തുടങ്ങാം. അപ്പോൾ ഏതൊരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസിൽ നിന്നും ആദ്യം പുറത്തു വരുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ആൽഫ റേഡിയേഷനാണ്. അത്
എക്സ്പെരിമെൻ്റലി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. സോഡി ഫാജൻസ് ലോ അനുസരിച്ച് എല്ലാ റേഡിയോ ആക്റ്റീവ് എലമെൻസിൽ നിന്നും, നാച്ചുറലി റേഡിയോ ആക്റ്റീവ് എലമെൻസിൽ നിന്നും ആദ്യമായിട്ട് പുറത്തു വരുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത്, ദേ വിൽ ഫോളോ ദ ഓർഡർ ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. അപ്പോൾ ആദ്യം അത് ആൽഫ റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അപ്പോൾ ആൽഫ റേഡിയേഷൻ എമിറ്റ് ചെയ്തിട്ടും അതിന് സ്റ്റെബിലിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ ദ നെക്സ്റ്റ് വിൽ ബി ബീറ്റ റേഡിയേഷൻ. ആ ആൽഫയും ബീറ്റയും റേഡിയേറ്റ് ചെയ്തതിന് ശേഷവും ഇഫ് ദ ന്യൂക്ലിയസ് സ്റ്റിൽ റിമൈൻസ് ആസ് അൺസ്റ്റേബിൾ, ഇറ്റ് വിൽ സ്റ്റാർട്ട് എമിറ്റിംഗ് ഗാമ റേഡിയേഷൻസ് ടിൽ ഇറ്റ് അറ്റൈൻസ് സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി വരുന്നത് വരെ, അതിൻ്റെ ആ ന്യൂക്ലിയസിന് എപ്പോഴാണോ സ്റ്റെബിലിറ്റി വരുന്നത് അതുവരെ അതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഗാമ റേഡിയേഷൻ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ദാറ്റ് ഗാമ റേഡിയേഷൻ വി കോൾ ആസ് ന്യൂക്ലിയർ റേഡിയേഷൻ. അതാണ് നമ്മൾ മെഡിക്കൽ പർപ്പസുകളായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ആറ്റം ബോംബൊക്കെ എക്സ്പ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്തു വരുന്ന റേഡിയേഷൻസ് എല്ലാം ഈ പറയുന്ന ഗാമ റേഡിയേഷൻസ് ആണ്. കാരണം ആൽഫ ബീറ്റ റേഡിയേഷൻസ് ഇപ്പോൾ നമ്മുടെ ബോഡി കൂടെ പാസ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ളൊരു എഫക്റ്റ് അതിൽ കാണാൻ പറ്റില്ല. കാരണം അതിൻ്റെ പെനിട്രേറ്റിംഗ് പവറൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു തിക്കായിട്ടുള്ള ഒരു പേപ്പറിൽ കൂടെ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസിൽ കൂടെ പാസ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരാളാണ് ആൽഫ എന്ന് പറയുന്നത്. ഹൈ എനർജി ബീറ്റ പാർട്ടിക്കിൾ ആണെങ്കിൽ മേ ബി ഒരു വാള് അതിന് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റിയെന്നിരിക്കും. അതിലപ്പുറത്തേക്ക് അതിന് പെനിട്രേറ്റിംഗ് പവർ ഇല്ല. ഗാമ റേഡിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ട്രാവൽ ത്രൂ എനി മീഡിയം അറ്റ് എനി തിക്നെസ്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ്. ഇപ്പം നമ്മൾ ഈ ന്യൂക്ലിയർ വേസ്റ്റുകൾ വരെ പലപ്പോഴും കടലിൻ്റെ അടിയിലൊക്കെ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നത് എത്രയോ മീറ്റർ തിക്നെസ് ഉള്ള, ഇപ്പോൾ നമ്മൾ പലയിടത്തും ഇത് ന്യൂസിലൊക്കെ കാണാറുണ്ട്, എത്രയോ മീറ്റർ തിക്നെസ് ഉള്ള കോൺക്രീറ്റ് സ്ലാബാണ്. ആ കോൺക്രീറ്റ് സ്ലാബ് എത്ര തിക്കാണെങ്കിലും അതിൽ നിന്നും ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഗാമ റേഡിയേഷൻ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാരാണ്. പെനിട്രേറ്റിംഗ് പവർ വളരെ കുറവാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ നമുക്ക് ആദ്യം ആൽഫ എമിഷൻ എന്താണെന്ന് കാണാം. ആൽഫ എമിഷൻ, അപ്പോൾ 3 റേഡിയേഷനാണ് ന്യൂക്ലിയസിൽ നിന്ന്, അതായത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളൊരു ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്ന് തെളിയിച്ചിട്ടുള്ളത് 2 പേരുടെ എക്സ്പെരിമെൻറ്റുകളാണ്. ഒന്ന് റൂദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റ്, അതുപോലെ തന്നെ റൂദർഫോർഡ് എക്സ്പെരിമെൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ച ആൽഫ സ്കാറ്ററിംഗ് അല്ല, റൂദർഫോർഡിൻ്റെ ഈ റേഡിയോ ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്. പിന്നെ രണ്ടാമത്തെ ദ മോസ്റ്റ് ഫേമസ് ഹെൻറി ബെക്കറൽസ് എക്സ്പെരിമെൻറ്റ്. ഹെൻറി ബെക്കറലിൻ്റെ എക്സ്പെരിമെൻറ്റിലാണ് ഒരു റേഡിയോ ആക്റ്റീവ് യുറേനിയം മെറ്റീരിയലിൽ നിന്ന് റേഡിയേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ 2 സൈഡിലായിട്ട് പുള്ളി ഇലക്ട്രിക് ഫീൽഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിടത്തൊരു പോസിറ്റീവ് പൊട്ടൻഷ്യലും ഒരിടത്തൊരു നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ റേഡിയേഷൻസ് മാത്രം നെഗറ്റീവ് ടെർമിനലിലേക്കും വേറൊന്ന് പോസിറ്റീവ് ടെർമിനലിലേക്കും, ഇതിൻ്റെ നടുക്കി കൂടെ മറ്റ് ഒരു ഡിഫ്ലക്ഷനും കാണിക്കാതെ മൂന്നാമതൊരു റേഡിയേഷൻ പോകുന്നു. അങ്ങനെയാണ് 3 ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് ആണ് നമുക്ക് മേജറായിട്ട് ഈ ന്യൂക്ലിയസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നത് കണ്ടെത്തിയത്. അതിൽ നെഗറ്റീവ് സൈഡിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് മെയിനായിട്ട് ആൽഫ എമിഷൻ. അപ്പോൾ ബീറ്റ പ്ലസും ബീറ്റ പ്ലസും നെഗറ്റീവിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യില്ലേ എന്ന് ചോദിക്കാം. ബട്ട് ബീറ്റ എമിഷൻ, നമ്മളിപ്പോൾ ബീറ്റ എമിഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് ഒരു 99% ബീറ്റ മൈനസ് എമിഷൻ ആയിരിക്കും. ബീറ്റ പ്ലസ് എമിഷൻ നടക്കാനുള്ള പ്രോബബിലിറ്റി ബീറ്റ മൈനസ് എമിഷനേക്കാൾ വളരെ വളരെ കുറവാണ്. സോ മോസ്റ്റ് ഓഫ് ദ റേഡിയേഷൻസ് വിച്ച് ആർ കമ്മിങ് ടു ദ നെഗറ്റീവ് ടെർമിനൽ വിൽ ബി ആൽഫ. അപ്പോൾ നമുക്ക് ആൽഫ എമിഷൻ എന്താണെന്ന് കാണാം. ഇപ്പോൾ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ്, ഇപ്പോൾ നമുക്ക് ആ ന്യൂക്ലിയസ് ഇപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എക്സ് എന്ന് തന്നെ എടുക്കാം. അതിൻ്റെ അറ്റോമിക് നമ്പർ Z ആണ്, മാസ് നമ്പർ A ആണ്. ഇതിൽ നിന്ന് ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തായാലും ഒരു ഹീലിയം ന്യൂക്ലിയസ് അവിടെ നിന്ന് പുറത്ത് പോകുന്നുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഈ ഹീലിയം ന്യൂക്ലിയസ് പോയി കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 2 കുറയും. അപ്പോൾ ഹീലിയം ന്യൂക്ലിയസ് ആണെങ്കിൽ നമുക്കതിനെ ഹീലിയം 2 മുകളിൽ താഴെയല്ലേ വരേണ്ടത്, അപ്പോൾ ഹീലിയം 2 എന്ന് എഴുതാം. ഇതിൻ്റെ ഒപ്പം അപ്പോൾ ഒരു ഹീലിയം ന്യൂക്ലിയസ് ഇതിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ ഒരു ഹീലിയം ന്യൂക്ലിയസ് ഇതിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അറ്റോമിക് നമ്പർ 2 കുറയുന്നുണ്ടാവും, മാസ് നമ്പർ 4 കുറയുന്നുണ്ടാവും. സോ ഇറ്റ് ബിക്കം അനദർ എലമെൻറ്റ്. അപ്പോൾ നമുക്കതിനെ Y എന്ന് വിളിക്കാം. അപ്പോൾ Y എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി Z-2 ആൻഡ് ദ മാസ് നമ്പർ വിൽ ബി A-4. സോ ദാറ്റ് ബിക്കംസ് എ ന്യൂ ന്യൂക്ലിയസ്. അപ്പോൾ 2 പാർട്ടിക്കിളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പ്ലസ് അതിൻ്റെ ഒപ്പം ആരും കൂടെ വരുന്നുണ്ടാവും, കുറച്ച് എനർജിയും കൂടെ വരുന്നുണ്ടാവും. ആ എനർജിനെയാണ് നമ്മൾ Q വാല്യൂ അല്ലെങ്കിൽ Q ഫാക്ടർ എന്ന് പറയുന്നത്. ഇത്രയും എനർജി അവിടെ നിന്ന് റേഡിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ. ഇപ്പോൾ ഇതാണ് ശരിക്കും ആൽഫ എമിഷൻ്റെ ജനറലായിട്ട് ഏതൊരു എലമെൻറ്റിനും ആൽഫ എമിഷൻ നടക്കുന്ന സമയത്ത് ഈ രീതിയിലാണ് അവിടെ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്വയം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. എക്സ്റ്റേണലായിട്ട് നമ്മളവിടെ യാതൊരു എനർജി അപ്ലൈ ചെയ്യുന്നില്ല. ആ ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് സ്വയം ഒരു ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് വിട്ടുകൊണ്ട് വേറൊരു എലമെൻ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 പേരുടെയും ബൈൻഡിങ് എനർജിയാണ്. സോ ഈ Q ഫാക്ടർ അല്ലെങ്കിൽ Q വാല്യൂ ഓഫ് ആൽഫ എമിഷൻ എന്ന് പറയുന്നത് ഈ Y എന്ന് പറയുന്ന ന്യൂക്ലിയസിൻ്റെയും
ആൽഫ പാർട്ടിക്കിളിൻ്റെയും കൂടെ ബൈൻഡിങ് എനർജിയാണ്. അത് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ആ എനർജി അവിടെ ആവശ്യം വരുന്നില്ല. സോ ദാറ്റ് എനർജി ഈസ് എമിറ്റഡ്. ഈ എനർജി ബീറ്റ എമിഷൻ്റെ എനർജിയേക്കാളും അല്ലെങ്കിൽ ഗാമ എമിഷൻ്റെ എനർജിയേക്കാളും കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അപ്പോൾ ഇനി ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു അറ്റോമിക് നമ്പർ 2 കുറയുന്നു, മാസ് നമ്പർ 4 കുറയുന്നു. അപ്പോൾ അത് ഓർമ്മിച്ച് വെക്കണം, ഓരോ ആൽഫ എമിഷനിലും ആ ന്യൂക്ലിയസിന് വരുന്ന ചേഞ്ച് എന്താണ്. അപ്പോൾ ഇങ്ങനെ ആൽഫ എമിഷൻ നടന്നു കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്കതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്തായാലും ഒരു ആൽഫ പാർട്ടിക്കിൾ കിട്ടി. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളുടെ എക്സ് എന്ന് പറയുന്ന ന്യൂക്ലിയസ് ആയിട്ട് വിചാരിക്കുക. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു അതിന് യാതൊരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഫോഴ്സും യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ സ്വന്തം ഇൻറ്റേർണൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ട് തന്നെയാണ് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന ന്യൂക്ലിയസ്. ഇതിൽ നിന്ന് ഒരു ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് വരുന്നു. സോ യു ഗോട്ട് ആൻ ആൽഫ പാർട്ടിക്കിൾ, ഹീലിയം. അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ബിഫോർ ആൽഫ എമിഷൻ ഇതിൻ്റെ ഈ ന്യൂക്ലിയസ് റെസ്റ്റിലാണെന്ന് വിചാരിക്കാം നമുക്ക്. അപ്പോൾ റെസ്റ്റിലായിരിക്കുന്ന ന്യൂക്ലിയസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, മുമ്പോട്ട് പോകുന്നു. സോ ആൽഫ പാർട്ടിക്കിൾ എന്ത് മൊമെൻറ്റത്തിലാണോ മുമ്പോട്ട് പോകുന്നത് അതേ മൊമെൻറ്റത്തിൽ തന്നെയായിരിക്കും വൈ എന്ന് പറയുന്ന എലമെൻറ്റ് എങ്ങോട്ടേക്ക് പോകുന്നത്, അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന ന്യൂക്ലിയസ് ബാക്കിലേക്ക് വരുന്നത്. ബിക്കോസ് ടു കൺസർവ് ദ മൊമെൻറ്റം ആൽഫ പാർട്ടിക്കിൾ എന്ത് ഡയറക്ഷനിലാണോ പോകുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആർക്ക് മൊമെൻറ്റം ഉണ്ടാവുക, ഈ വൈ എന്ന് പറയുന്ന ന്യൂക്ലിയസിന് മൊമെൻറ്റം ഉണ്ടാവുക. സോ ദിസ് ഇസ് ദ മൊമെൻറ്റം ഓഫ് alpha particle, this is the momentum of alpha particle and this is the momentum of y. ഇതിൻ്റെ മൊമെൻറ്റം 0 ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇനി അപ്പോൾ ഇവിടെ എനർജി വരുന്നുണ്ട്, ഈ രണ്ടുപേർക്കും എനർജി കുറച്ച് എമിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഈ എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണ് കൺവെർട്ട് ചെയ്യുന്നത്, അതായത് ഇവിടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ രണ്ടാൾക്കാരുടെയും ആൽഫ പാർട്ടിക്കിളിൻ്റെയും വൈ എന്ന് പറയുന്ന ന്യൂക്ലിയസിൻ്റെയും കൈനറ്റിക് എനർജി ആയിട്ടാണ് മാറുന്നത്. സോ ഇതിൻ്റെ കൈനറ്റിക് എനർജീനെ നമുക്ക് കെ ആൽഫ എന്ന് പറയാം, ഇതിൻ്റെ കൈനറ്റിക് എനർജി കെ വൈ എന്ന് പറയാം. സോ ഈ ടോട്ടൽ എനർജീനെ ഞാൻ ക്യൂ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ വാട്ട് വി ക്യാൻ റൈറ്റ് ഇസ് ദ ടോട്ടൽ എനർജി ക്യൂ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് വൈ എന്ന് പറയാം. ഇവിടെ വരെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എക്സ് എന്ന് പറയുന്ന ന്യൂക്ലിയസ് റെസ്റ്റിലാണ്. സോ അത് രണ്ട് തരത്തിലാണ് അതിനെ, അല്ലെങ്കിൽ രണ്ട് ഡയറക്ഷനിലേക്കാണ് അതിൻ്റെ ടോട്ടൽ മൊമെൻറ്റം ഡിവൈഡ് ചെയ്ത് പോകുന്നത്. കാരണം ആൽഫ പാർട്ടിക്കിൾ ഒരു ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ ടു കൺസർവ് ദ മൊമെൻറ്റം ബാക്കി വരുന്ന ന്യൂക്ലിയസിന് എങ്ങോട്ടേക്ക് പോകണം, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ടോട്ടൽ മൊമെൻറ്റം കൺസർവ്ഡ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് വി ക്യാൻ റൈറ്റ് ഇസ് രണ്ടുപേരെ മൊമെൻറ്റം സെയിം ആണല്ലോ, ഇതിൻ്റെ മൊമെൻറ്റം സെയിം ആണ്. കൈനറ്റിക് എനർജിയുടെ റിലേഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ക്യൂ ഫാക്ടർ അല്ലെങ്കിൽ ക്യൂ വാല്യൂ എന്ന് പറയുന്ന ടോട്ടൽ എനർജി എന്തായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു, ആൽഫ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ടും ഈ പറയുന്ന വൈ എന്ന് പറയുന്ന ന്യൂക്ലിയസിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ടും ഡിവൈഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്കിനി അവിടെ വേണ്ട കാര്യം, നമുക്കിനി ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ എത്രയാണ് ആൽഫ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി, അല്ലെങ്കിൽ എത്രയാണ് ആൽഫ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി, അതുപോലെ ഈ വൈ എന്ന് പറയുന്ന ന്യൂക്ലിയസിൻ്റെ വെലോസിറ്റി എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ എനർജി എന്താണ്. കൈനറ്റിക് എനർജി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ എനർജി എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ടോട്ടൽ എനർജിയാണ് ഇവർ രണ്ടുപേരെയും സമ്മാണ്. ഇനിയിപ്പോൾ മൊമെൻറ്റത്തിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും സെയിം ആണെന്ന് പറഞ്ഞു. മാഗ്നിറ്റ്യൂഡ് രണ്ടുപേരും സെയിം ആണ്. കാരണം മൊമെൻറ്റം പി ആൽഫ പ്ലസ് വെക്ടർ പി ആൽഫ പ്ലസ് വെക്ടർ പി വൈ ഈസ് ഈക്വൽ ടു 0. ബിഫോർ ആൽഫ എമിഷൻ ടോട്ടൽ മൊമെൻറ്റം വാസ് 0 ആൻഡ് ദ ടോട്ടൽ മൊമെൻറ്റം വിൽ ബി വെക്ടർ പി ആൽഫ പ്ലസ് വെക്ടർ പി വൈ ആണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് രണ്ടുപേർക്കും ഈക്വൽ ആയിരിക്കും. സോ വാട്ട് ഐ ക്യാൻ റൈറ്റ് ഇസ് പി ആൽഫ ഈസ് ഈക്വൽ ടു പി വൈ എന്ന് പറയാം. മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്, കാരണം നമുക്ക് എനർജി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ടുപേരുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ രണ്ടുപേരുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിലേക്ക് വരാമല്ലോ. കൈനറ്റിക് എനർജിയെയും മൊമെൻറ്റത്തിനെയും കൂടെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. വി ഹാവ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഇവർ ഓരോരുത്തരുടെയും കൈനറ്റിക് എനർജി എങ്ങനെയാണ് വരുന്നതെന്ന് കാണാം. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും മൊമെൻറ്റത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. മൊമെൻറ്റം ഓഫ് ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് മൊമെൻറ്റം ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈക്വൽ ടു മൊമെൻറ്റം ഓഫ് ദ ഡോട്ടർ ന്യൂക്ലിയസ് വൈ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ആസ് പെർ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു മക്കളെ, പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m അല്ലേ. അപ്പോൾ മൊമെൻറ്റം ഈക്വൽ ടു റൂട്ട് ഓഫ് 2me. സോ റൂട്ട് ഓഫ് 2 ഇൻറ്റു m ആൽഫ. കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ അതിനെ കെ ആൽഫ എന്ന് എഴുതാം, ഈക്വൽ ടു റൂട്ട് ഓഫ് 2my. അതെത്രയാണെന്ന് അറിയില്ല നമുക്ക്, ഇൻറ്റു
കെ വൈ എന്ന് എഴുതാം. അതായത് സ്ക്വയർ റൂട്ട് നമുക്ക് കളഞ്ഞു കഴിഞ്ഞാൽ 2 ക്യാൻസൽ ചെയ്യാം. സോ യു വിൽ ബി ഗെറ്റിംഗ് എം ആൽഫ കെ ആൽഫ ഇസ് ഈക്വൽ ടു എം വൈ കെ വൈ എന്ന് കിട്ടും. ആൻഡ് വി ഓൾറെഡി ഹാവ് ദ ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു കെ ആൽഫ പ്ലസ് കെ വൈ അല്ലേ, അതവിടെ കിടക്കട്ടെ, നമുക്ക് ആവശ്യം വരും. അപ്പോൾ എം ആൽഫ കെ ആൽഫ ഈക്വൽ ടു എം വൈ കെ വൈ. സോ ദാറ്റ് മീൻസ് കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ, അതായത് ടോട്ടൽ എനർജി എന്ത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു എത്ര വരും? കെ ആൽഫ ഡിവൈഡഡ് ബൈ കെ വൈ ഈക്വൽ ടു എം വൈ ഡിവൈഡഡ് ബൈ എം ആൽഫ എന്നല്ലേ നമുക്ക് കിട്ടുന്നത്? എം വൈ ഡിവൈഡഡ് ബൈ എം ആൽഫ. അതായത് ടോട്ടൽ എനർജി ഡിവൈഡ്സ് ഇൻ ദ റേഷ്യോ എം വൈ ഈസ് ടു എം ആൽഫ എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ എഴുതാമല്ലോ. കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈക്വൽ ടു ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ക്യൂ ആണ്. ആ ടോട്ടൽ എനർജിയുടെ എന്ത് റേഷ്യോയിലാണ്? ഈ ക്യൂ എന്ന് പറയുന്ന ടോട്ടൽ എനർജിയാണ് എം വൈ ഈസ് ടു എം ആൽഫ എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. സോ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അത് എത്ര പാർട്ടാണ്? ടോട്ടൽ എനർജിയുടെ ഇത്രയും ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈക്വൽ ടു എം വൈ ഡിവൈഡഡ് ബൈ എം വൈ പ്ലസ് എം ആൽഫ. ഇത്രയും ഫ്രാക്ഷനാണ് ആരുടെ? ടോട്ടൽ എനർജിയുടെ. ഇതേപോലെ തന്നെ കൈനറ്റിക് എനർജി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എത്ര വരും? ടോട്ടൽ എനർജിയുടെ എത്ര പാർട്ടാണത്? എം ആൽഫ പാർട്ടാണ്. അപ്പോൾ ടോട്ടൽ എനർജി എം ആൽഫ ഡിവൈഡഡ് ബൈ എം വൈ പ്ലസ് എം ആൽഫ, ഇത്ര പാർട്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ രണ്ടുപേരുടെയും റേഷ്യോ എടുത്ത് നോക്കിക്കോളൂ. റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ക്യാൻസലായി പോവും, ക്യൂ ക്യാൻസലായി പോവും. പിന്നെ ബാക്കി വരുന്ന ആരാണ്? എം വൈ ഡിവൈഡഡ് ബൈ എം ആൽഫ. കെ ആൽഫ ബൈ കെ വൈ ഈക്വൽ ടു എം വൈ ഡിവൈഡഡ് ബൈ എം ആൽഫ. ഇതാണ് ആൽഫ പാർട്ടിക്കിളിൻ്റെയും മറ്റ് ഡോട്ടർ ന്യൂക്ലിയസിൻ്റെയും കൈനറ്റിക് എനർജിക്കുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതിൽ ചിലർക്കെങ്കിലും ഈ ഒരു സംഭവത്തിൽ ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവാം. അതായത് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ വൈ പ്ലസ് കെ ആൽഫയാണ്. അതാണ് എം വൈ ബൈ എം ആൽഫ എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എം വൈ ടോട്ടൽ എനർജിയിൽ നിന്ന് നമുക്ക് ആരുടെ എനർജി കിട്ടണം? കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ കിട്ടണം. കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? എം വൈ ഡിവൈഡഡ് ബൈ എം വൈ പ്ലസ് എം ആൽഫ. അതിപ്പോൾ ഇങ്ങനെ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളോട് പറയാണ് കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ്, ഈ രീതി പറഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവും. ബൈ വൈ ഇസ് ഈക്വൽ ടു, ഇപ്പോൾ 1:3 എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? ടോട്ടൽ എനർജിയുടെ 1/4 ആണ് ആൽഫ പാർട്ടിക്കിളിന്, ടോട്ടൽ എനർജിയുടെ 3/4 ആണ് വൈക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതും? ടോട്ടൽ എനർജി ഇപ്പോൾ ക്യൂ ആണെന്ന് തന്നെ വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതും? കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈക്വൽ ടു എത്രയാണ്? 1/1 + 3 അല്ലേ? അതേപോലെ തന്നെ ഇവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതും? 1/4 ഓഫ് ക്യൂ എന്ന് എഴുതും. കൈനറ്റിക് എനർജി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എത്ര എഴുതും? അത് എത്രയാണ്? ടോട്ടൽ എനർജിയുടെ 3/4 ഓഫ് ക്യൂ എന്ന് എഴുതും. അതേ കാര്യം ഇവിടെ നമ്മളത് മാസിനെ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തെന്ന് മാത്രം. കാരണം നമുക്ക് കിട്ടുന്നത് 1:3 എന്നല്ല, എം വൈ ബൈ എം ആൽഫ എന്നാണ്. സോ ആ റേഷ്യോ വരുന്ന രീതിയിൽ നമ്മൾ എഴുതുന്നു. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റും, ഈ ആൽഫ പാർട്ടിക്കിളിൻ്റെയും അതുപോലെ തന്നെ വൈയുടെയും കൈനറ്റിക് എനർജി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡോട്ടർ ന്യൂക്ലിയസിൻ്റെ മാസമാണ്. എം ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസമാണ്. അത് രണ്ടും നമുക്കറിയാം. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ന്യൂക്ലിയർ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? എക്സ് എന്ന് പറഞ്ഞ ന്യൂക്ലിയസ് ആയിരുന്നു, ഇസഡ് എ. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 2 പ്രൊഡക്റ്റുകളാണ് ഹീലിയം 2,4. ഹീലിയത്തിൻ്റെ മാസം എത്രയാണ്? മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ദാറ്റ് ഈസ് 4. മാസ് നമ്പറും മാസും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ അല്ലേ? പ്ലസ് പിന്നെ നമുക്ക് കിട്ടുന്നത് വൈ എന്ന് പറയുന്ന ന്യൂക്ലിയസ് ആണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത് Z-2 ആണ്. മാസ് നമ്പർ വരുന്നത് A-4 ആണ്. ഈ മാസ് നമ്പർ തന്നെയാണ് അപ്രോക്സിമേറ്റ്ലി എന്തായിട്ടും വരുന്നത്? മാസ് ഓഫ് വൈ ആയിട്ടും വരുന്നത്. സോ നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ, കൈനറ്റിക് എനർജി ഓഫ് വൈ. ഇതിൽ നമുക്കറിയാവുന്ന വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ്? കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈക്വൽ ടു എന്തായിരുന്നു വന്നത്? എം വൈ ഡിവൈഡഡ് ബൈ എം വൈ പ്ലസ് എം ആൽഫ ഇൻറ്റു ക്യൂ എന്നല്ലേ വന്നത്? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും മക്കളെ? എം വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? A-4 ഡിവൈഡഡ് ബൈ ബാക്കി എന്താ വരുന്നത്? എം വൈ പ്ലസ് എം ആൽഫ. എം വൈ പ്ലസ് എം ആൽഫ എന്ന് പറഞ്ഞാൽ A-4 പ്ലസ്
4 അല്ലേ വരുന്നത്. കാരണം ഇതിൻ്റെ മാസ് വരുന്നത് A-4 ആണ്, ആൽഫ പാർട്ടിക്കിളിൻ്റെ മാസ് വരുന്നത് 4 ആണ്. സോ A-4 + 4 എന്ന് പറഞ്ഞാൽ എത്ര വരും? A വരും ഇൻറ്റു Q എന്ന് വരും. സോ യു വിൽ ബി ഗെറ്റിംഗ് ദ ടോട്ടൽ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിയറിറ്റിക്കലി ഒരു ന്യൂക്ലിയസിൽ നിന്ന് എത്ര ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്താലും എല്ലാ ആൽഫ പാർട്ടിക്കിളിൻ്റെയും എനർജി എന്തായിട്ടാണ് കിട്ടുന്നത്? കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. A-5 ഫോർ ഓൾ ആൽഫ പാർട്ടിക്കിൾസ് ദ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു A-4/A × Q. തിയറിറ്റിക്കലി ഇത് കറക്റ്റാണ്, ബട്ട് പ്രാക്ടിക്കലി അത് കറക്റ്റ് അല്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കിത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിലേക്ക് വരാം. ഇനിയിപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് Y കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Y എന്ന് പറയുന്നതിൻ്റെ കൈനറ്റിക് എനർജി നമ്മൾ ഇക്വേഷൻ ഡെറൈവ് ചെയ്തല്ലോ. എന്താണ്? m∝ / my + m∝ ഇൻറ്റു Q എന്ന് വരും. m∝ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. my + m∝ ടോട്ടൽ മാസ് അല്ലേ, അത് എത്രയാണ്? A ആണ് ഇൻറ്റു Q എന്ന് കിട്ടും. ഇതാണ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി. അല്ലാതെ ഇതേ മെത്തേഡ് തന്നെയാണ്, നമ്മളത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആൽഫ പാർട്ടിക്കിളിൻ്റെ എമിഷൻ നടക്കുന്ന സമയത്ത് എല്ലാ ആൽഫ പാർട്ടിക്കിളിനും ആസ് പെർ ദിസ് ഇക്വേഷൻ സെയിം എനർജിയാണ്. A-4/A × Q ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു ആൽഫ പാർട്ടിക്കിൾ ഒരു പർട്ടിക്കുലർ കൈനറ്റിക് എനർജിയിൽ ഒരു ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ആൽഫ പാർട്ടിക്കിളിനെ ഫേസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിളിന് വെലോസിറ്റി വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതായത് യു ആർ അപ്ലൈയിങ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി വെക്ടർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ ആൽഫ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി വെക്ടറിന് ഒരു പെർപെൻഡിക്കുലർ ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സേ ദാറ്റ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി v ഇൻ എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ക്രിയേറ്റ് എ സർക്കുലർ പാത്ത്. അപ്പോൾ അതൊരു സർക്കുലർ പാത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇവിടെ നിന്നാണ് ആൽഫ പാർട്ടിക്കിൾ വരുന്നത്, നിങ്ങൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ആൽഫ പാർട്ടിക്കിളിൻ്റെ പാത്ത് എന്തായാലും, ഞാൻ ഫുള്ള് സർക്കിൾ വരയ്ക്കുന്നില്ല, ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആൽഫ പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇത് എല്ലാവർക്കും ഇപ്പോൾ ഈ ഇക്വേഷൻ പ്രകാരം എല്ലാ ആൾക്കാരുടെയും കൈനറ്റിക് എനർജി സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? റേഡിയസ് ഈക്വൽ ടു mv/qb അല്ലേ, അപ്പോൾ √2 me /qb. ഈ ഇക്വേഷൻ എവിടെ നിന്ന് വന്നു എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് മാഗ്നറ്റിക് എഫക്ട്സിൽ. അപ്പോൾ ഇങ്ങനൊരു പാത്തായിരിക്കും എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആൽഫ പാർട്ടിക്കിളിൻ്റെയും ചാർജ് സെയിം ആണ്, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത് സെയിം ആണ്, മാസ് സെയിം ആണ്. എനർജിയുടെ കേസ് വരുമ്പോഴും നമ്മൾ ഈ ഇക്വേഷനിലേക്ക് വരും. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് എല്ലാവരുടെയും കൈനറ്റിക് എനർജി സെയിം ആണ്. സോ തിയറിറ്റിക്കലി എല്ലാ ആൽഫ പാർട്ടിക്കിളിൻ്റെയും റേഡിയസ് ഓഫ് കർവേച്ചർ സെയിം ആയിരിക്കും. ബട്ട് പ്രാക്ടിക്കലി നമ്മൾ എക്സ്പെരിമെൻ്റൽ അനാലിസിസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരിക്കലും സെയിം ആയിട്ട് കിട്ടില്ല നമുക്ക്. ഓരോ ആൽഫ പാർട്ടിക്കിളിൻ്റെയും റേഡിയസ് ഡിഫറൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഓരോ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ലാർജ് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ആർ എമിറ്റഡ് ഫ്രം എ ന്യൂക്ലിയസ് സപ്പോസ്. അപ്പോൾ അവരെല്ലാവരും കൂടെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പെരിമെൻ്റൽ റിസൾട്ട് എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. പലർക്കും പല റേഡിയസ് ഓഫ് കർവേച്ചറാണ് കിട്ടുന്നത്. ഇതെല്ലാം ആൽഫ പാർട്ടിക്കിൾസ് തന്നെയാണ്. ഇതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ തിയറിറ്റിക്കലി ഇത് കറക്റ്റ് ആണെങ്കിലും ഇവിടെ ഇപ്പോൾ ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ എമിറ്റ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിളെല്ലാം ഒരേ എനർജി ലെവലിൽ നിന്ന് അല്ലെങ്കിൽ ഒരേ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഉള്ള ആൽഫ പാർട്ടിക്കിൾ ആവണമെന്നില്ല. ചില സിറ്റുവേഷൻസിൽ ഇതിപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റം ആയിരിക്കാം. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ന്യൂക്ലിയസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആറ്റത്തിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ എനർജിയും എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന ആറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ എനർജിയും വ്യത്യാസം ഉണ്ടാവും. സോ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ, ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ആറ്റം ആണെങ്കിൽ അതിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾ വരുമ്പോൾ അതിൻ്റെ എനർജി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ബട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന ന്യൂക്ലിയസ് ആണെങ്കിൽ അല്ലെങ്കിൽ ആറ്റമാണെങ്കിൽ ന്യൂക്ലിയസ് അല്ല, എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന ആറ്റമാണ്, അതിൽ നിന്നാണ് ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നതെങ്കിൽ കമ്പാരിറ്റീവ്ലി അതിൻ്റെ എനർജി ആദ്യത്തെ കേസിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് പക്ഷേ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റോ എക്സൈറ്റഡ് സ്റ്റേറ്റോ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് കൊളീഷൻ വെച്ചിട്ടാണ് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അതേസമയം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എക്സ്പെരിമെൻ്റലി നോക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് അതിൻ്റെ പാത്ത് നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് റേഡിയസ് ആണ്. ആ ഡിഫറെൻറ്റ് റേഡിയസ് വരാനുള്ള കാരണം അത് ഡൗട്ട് വേണ്ട, അത് ആ ആൽഫ പാർട്ടിക്കിളിൻ്റെ എമിഷൻ നടക്കുന്നത് പല എനർജി ലെവലിലുള്ള ആറ്റംസ് ആണെങ്കിൽ, ഒരേ ആറ്റത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് ഒരു ആൽഫ പാർട്ടിക്കിളല്ലേ കിട്ടുള്ളൂ. അപ്പോൾ പല ആറ്റംസ്, പല എക്സ് എന്ന് പറയുന്ന ന്യൂക്ലിയസ് തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ന്യൂക്ലിയസ് ആവാം, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലാവാം, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിലാവാം. സോ ആ
ഏത് ആറ്റത്തിൽ നിന്നാണോ എമിറ്റ് ചെയ്യുന്നത് ആ ആറ്റം ഏത് ലെവലിൽ ഇരിക്കുന്നു, ഗ്രൗണ്ട് ആണോ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണോ എന്നതിന് അനുസരിച്ച് നമുക്ക് കിട്ടുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ പാത്തിലും വ്യത്യാസം വരും. ഹയർ ദ എനർജി സ്റ്റേറ്റ്, ഹയർ ദ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ആൻഡ് ഹയർ ദ റേഡിയസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ആൽഫ പാർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ആൽഫ എമിഷന് ശേഷം ന്യൂക്ലിയസ് അൺസ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് അടുത്ത് വരുന്ന റേഡിയേഷനാണ് ബീറ്റ. അപ്പോൾ നമുക്ക് ബീറ്റ എമിഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കേണ്ടത്. സോ ദ നെക്സ്റ്റ് വിൽ ബി ബീറ്റ എമിഷൻ. ബീറ്റ എമിഷനിൽ മക്കളെ രണ്ട് തരത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ. ബീറ്റ പ്ലസ് എമിഷൻ ഉണ്ടാവാം, ബീറ്റ മൈനസ് എമിഷൻ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ആദ്യം ഏറ്റവും കോമൺ ആയിട്ടുള്ള ബീറ്റ മൈനസ് എമിഷനെ പറ്റി തന്നെ നോക്കാം. ഓക്കെ, so initially we have to deal with beta minus emission. ബീറ്റ മൈനസ് എമിഷനിൽ ഒരു ന്യൂക്ലിയസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ബീറ്റ മൈനസ് എമിഷൻ നടക്കുന്ന സമയത്ത് ഒരു ന്യൂക്ലിയസിന്, അതായത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് വരികയും ആ ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്നതിൻ്റെ ഫലമായിട്ട് ആ ന്യൂക്ലിയസിൻ്റെ അറ്റോമിക് നമ്പർ ഒന്ന് കൂടുകയും ചെയ്യും. അപ്പോൾ കോമൺ ആയിട്ട് പലർക്കും അത് സംശയം തോന്നാം, എങ്ങനെയാണ് ന്യൂക്ലിയസിൻ്റെ അകത്ത് ഒരു ഇലക്ട്രോൺ ഉണ്ടാകുന്നത്. ആക്ച്വലി ന്യൂക്ലിയസിൻ്റെ അകത്ത് ഇലക്ട്രോൺ ഒന്നുമില്ല. ബട്ട് വാട്ട് ഹാപ്പൻസ് ഈസ്, നമുക്ക് ബീറ്റ എമിഷൻ്റെ ഇക്വേഷൻ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന എപ്പോഴത്തെയും പോലെ എക്സ് എന്ന് പറയുന്ന ന്യൂക്ലിയസ് എടുക്കുന്നു. അതിൻ്റെ അറ്റോമിക് നമ്പർ Z ആണ്, മാസ് നമ്പർ A ആണ്. ഇതിൽ നിന്ന് ഒരു ബീറ്റ മൈനസ് എമിഷൻ നടക്കുകയാണ്. ബീറ്റ മൈനസ് എമിഷൻ നടക്കുമ്പോൾ ഇറ്റ് വിൽ എമിറ്റ് ആൻ ഇലക്ട്രോൺ E-1 0 പ്ലസ് എന്താ നടക്കുന്നത്, ഇവിടെ എക്സിൽ നിന്ന് ഒരു ഇലക്ട്രോണാണ് പുറത്തേക്ക് പോകുന്നത്. ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് വേറൊരു ന്യൂക്ലിയസ് ആയിട്ട് മാറും. അതിൻ്റെ അറ്റോമിക് നമ്പർ ഒന്ന് കൂടും. ബട്ട് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ മാസ് നമ്പർ. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന ഇക്വേഷനാണ്. പ്ലസ് അതിൻ്റെ ഒപ്പം എന്തും കൂടെ വരുന്നുണ്ട്, ഒരു Q എന്ന് പറയുന്ന ഒരു എനർജി. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള കൈനറ്റിക് എനർജി തന്നെയാണ് Q ഫാക്ടർ എന്ന് പറയുന്നത്. ബട്ട് ആക്ച്വലി ഈ ഇക്വേഷനിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. കാരണം ഇവിടെ ഈ Y എന്ന് പറയുന്ന ന്യൂക്ലിയസും ഈ ഇലക്ട്രോണും മാത്രമല്ല അവിടെ പുറത്തേക്ക് എമിറ്റ് ചെയ്ത് പോകുന്നത്. അവിടെ അഡീഷണൽ ആയിട്ട് വേറൊരാളും കൂടെ വരുന്നുണ്ട്. അതിനെ നമുക്ക് പിന്നീട് കാണാം, അത് കൂടെ നമുക്ക് പറഞ്ഞതിന് ശേഷം. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് തുടക്കത്തിൽ ഇങ്ങനെയാണ് നമ്മൾ ബീറ്റ എമിഷനെ പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. ഇതേപോലെ തന്നെ ബീറ്റ മൈനസ് എമിഷനെ പോലെ ബീറ്റ പ്ലസ് എമിഷൻ നടക്കുന്ന സമയത്ത് ബീറ്റ പ്ലസ് എമിഷൻ എങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ആക്ച്വലി സംഭവിക്കുന്നത് ഇതേപോലെ തന്നെ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസ് എടുക്കുന്നു. ആ എക്സ് എന്ന് പറയുന്ന ന്യൂക്ലിയസ് അറ്റോമിക് നമ്പർ Z, മാസ് നമ്പർ A ആൻഡ് ഹാപ്പൻസ് ഇസ് ബീറ്റ പ്ലസ് എമിഷൻ. ആൻഡ് വെൻ ബീറ്റ പ്ലസ് എമിഷൻ ഹാപ്പൻസ് ഒരു പോസിട്രോൺ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. സോ E+1 0 പ്ലസ് ഇത് പുതിയ എലമെൻ്റ് ആയിട്ട് മാറും, Y എന്ന് പറയുന്ന ഏതോ ഒരു എലമെൻ്റ് ആയിട്ട്. അപ്പോൾ ഒരു പോസിട്രോൺ പുറത്തേക്ക് പോകുന്നതുകൊണ്ട് ഇതിൻ്റെ അറ്റോമിക് നമ്പർ ഒന്ന് കുറയും, മാസ് നമ്പറിൽ ഒരു ചേഞ്ചും വരില്ല, പ്ലസ് എനർജിയും എമിറ്റ് ചെയ്യും. ഇതാണ് ആദ്യകാലത്ത് ബീറ്റ പ്ലസും ബീറ്റ മൈനസ് എമിഷൻ്റെ ഫസ്റ്റ് സ്റ്റഡിയുടെ റിസൾട്ടായിട്ട് കിട്ടുന്നതാണിത്. അപ്പോൾ നമുക്ക് അതിൽ വരുന്ന മിസ്റ്റേക്ക് എന്താണ്, അല്ലെങ്കിൽ ഇതിൽ വരുന്ന ചെറിയൊരു കറക്ഷൻ എവിടെയാണെന്നുള്ളത് കാണാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവർ ഓരോരുത്തരുടെയും എനർജി പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ ആൽഫ എമിഷനിൽ എങ്ങനെയാണോ കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ. ഇപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ന്യൂക്ലിയസ് ആണ്, ഒരു സൈഡിലേക്ക് ഇലക്ട്രോൺ അല്ലെങ്കിൽ പോസിട്രോൺ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആര് പോകും, Y എന്ന് പറയുന്ന ന്യൂക്ലിയസ് പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ടോട്ടൽ കൈനറ്റിക് എനർജി Q എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് ബീറ്റ പാർട്ടിക്കിൾ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് Y ആണ്, മുമ്പ് ചെയ്ത പോലെ തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ആസ് കൈനറ്റിക് എനർജി ഓഫ് ബീറ്റ പാർട്ടിക്കിൾ എത്ര വരും മക്കളെ? കൈനറ്റിക് എനർജി ഓഫ് ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ My ഡിവൈഡഡ് ബൈ My പ്ലസ് Me. കാരണം ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആരാണ്, ഇലക്ട്രോൺ ആണ്, ഇൻറ്റു Q എന്ന് കിട്ടും. ഇതിനെ നമുക്ക് മോഡിഫൈ ചെയ്ത് എഴുതാൻ പറ്റുമല്ലോ. എത്ര വരിക, My എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് Y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. അത് എത്രയാണോ എക്സിനുണ്ടായിരുന്നു അതേ മാസമാണ് ഇതിനുള്ളത്. സോ നമുക്കതിനെ എത്രയായിട്ട് എഴുതിയാൽ മതി, A ഡിവൈഡഡ് ബൈ My പ്ലസ് Me. ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ 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 കുറവാണ്. എന്നാലും നമുക്ക് വേണമെങ്കിൽ എഴുതാം A പ്ലസ്
മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് വേണമെങ്കിൽ എഴുതിക്കോ, ഇൻറ്റു ക്യൂ എന്ന് വരും. ബട്ട് അത് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് അത് എഴുതേണ്ട കാര്യമില്ല. കാരണം ഈ വൈൻ്റെ മാസ് എന്ന് പറയുമ്പോൾ തന്നെയാണ് ഓൾമോസ്റ്റ്. പിന്നെ അവിടെ ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. ഇതേപോലെ തന്നെ കൈനറ്റിക് എനർജി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എത്ര വരും? കൈനറ്റിക് എനർജി ഓഫ് വൈ വിൽ ബി ഈക്വൽ ടു എം വൈ ഡിവൈഡഡ് ബൈ എം വൈ പ്ലസ് എം ഇ ഇൻറ്റു എം വൈ അല്ലല്ലോ, ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയില്ല മക്കളെ. ഇത് കൈനറ്റിക് എനർജി ഓഫ് മാസ് ഈ എം ഇ അല്ലേ വരിക, എം ഇ ഡിവൈഡഡ് ബൈ എം ഇ പ്ലസ് എം വൈ ഇൻറ്റു ക്യൂ എന്ന് വരും. ഞാൻ കഴിഞ്ഞ ആൽഫ എമിഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിറൈവ് ചെയ്തുകൊണ്ട് ഇവിടെ ഞാൻ ഫുൾ എടുക്കുന്നില്ല. നമ്മൾ എങ്ങനെയാണോ കഴിഞ്ഞ കേസിൽ ചെയ്തത് അതേപോലെ തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്കത് നേരത്തെ പറഞ്ഞ ഫോമിലേക്ക് മാറ്റി എഴുതണമെങ്കിൽ എഴുതാം. എം വൈ എന്ന് പറഞ്ഞാൽ എ ആണ്, എം വൈ ഡിവൈഡഡ് ബൈ എ പ്ലസ് മാസ് ഓഫ് ഇലക്ട്രോൺ കമ്പയർഡ് ടു എ മാസ് ഓഫ് ഇലക്ട്രോൺ നെഗ്ലിജിബിളി സ്മോൾ ആണ്. സോ ഇതിൻ്റെ വാല്യൂ എത്ര തന്നെ കിട്ടും? നമുക്ക് ക്യൂ തന്നെ കിട്ടും. ആൻഡ് ഇലക്ട്രോണിൻ്റെ മാസിനെ കമ്പയർ ചെയ്യുമ്പോൾ എം വൈ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ ദിസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 0 ആണ്. അപ്രോക്സിമേറ്റ്ലി 0 എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതായത് അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ എനർജിയുടെ മെജോറിറ്റിയും ആരെടുത്തുകൊണ്ട് പോകും? ബീറ്റ പാർട്ടിക്കിൾ എടുത്തുകൊണ്ട് പോകും. കാരണം ബീറ്റ പാർട്ടിക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എനർജി അപ്രോക്സിമേറ്റ്ലി നമുക്ക് എത്രയായിട്ട് കിട്ടുന്നുണ്ട്? ക്യൂ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം 100% ഓഫ് ദ എനർജിയും ആര് തന്നെയാണ് കൊണ്ടുപോകുന്നത്? ബീറ്റ പാർട്ടിക്കിൾ തന്നെയാണ്. പെർഫെക്റ്റ്ലി 100 ആയിരിക്കില്ല, ഒരു ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് കൈനറ്റിക് എനർജി ആർക്ക് കിട്ടുന്നുണ്ടാവും? ഈ വൈ എന്ന് പറയുന്ന ന്യൂക്ലിയസിന് കിട്ടുന്നുണ്ടാവും. സോ മാക്സിമം കൈനറ്റിക് എനർജി ആർക്കാണ് കിട്ടുന്നത്? ഇലക്ട്രോണിന് തന്നെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിളിന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഇലക്ട്രോൺ അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്ന സമയത്ത് വി ആർ അപ്ലൈയിങ് ആൻ ഇലക്ട്രോൺ, അല്ലെങ്കിൽ വി ആർ എക്സ്പോസിങ് ആൻ ഇലക്ട്രോൺ ടു എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്. സോ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിന് നമുക്കൊരു സർക്കുലർ ആയിട്ടുള്ളൊരു പാത്ത് കിട്ടും. അത് ഇക്വേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ √2mE ഡിവൈഡഡ് ബൈ QB കിട്ടും. ബട്ട് എക്സ്പെരിമെൻ്റലി നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയല്ല കിട്ടുന്നത്. നമ്മൾ നേരത്തെ ചെയ്തല്ലോ, ലീനസ് പോണിംഗ് ആണത് എക്സ്പെരിമെൻ്റലി തെളിയിച്ചത്. ബീറ്റ പാർട്ടിക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്? എല്ലാവരും ഇലക്ട്രോൺ തന്നെയല്ലേ, എല്ലാവരും ചാർജും കൈനറ്റിക് എനർജിയും ഒക്കെ സെയിം അല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് അവരുടെ റേഡിയസ് ഓഫ് കർവേച്ചറിൽ വ്യത്യാസം വരുന്നത് എന്നുള്ള ഒരു സ്റ്റഡിയാണ് നമ്മളെ എന്തിൽ കൊണ്ടുവന്ന് എത്തിച്ചത്? ഈ ബീറ്റ എമിഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പോസിട്രോൺ എമിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിർത്തിയെടുത്ത് നമുക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അവിടെ ഇലക്ട്രോണോ അല്ലെങ്കിൽ പോസിട്രോണോ മാത്രമല്ല, ഇൻ അഡീഷൻ ടു ദാറ്റ് ആൻ എലമെൻ്ററി പാർട്ടിക്കിൾ, എ പെയർ ഓഫ് എലമെൻ്ററി പാർട്ടിക്കിൾ ഈസ് എമിറ്റഡ് ഇൻ ദ 2 കേസസ്. അത് ബീറ്റ മൈനസ് എമിഷൻ ആണെങ്കിലും ശരി, ബീറ്റ പ്ലസ് എമിഷൻ ആണെങ്കിലും ശരി. സോ ആക്ച്വലി അവിടെ നമ്മൾ ആരെയും കൂടെ ആഡ് ചെയ്യേണ്ടി വരും? ആ എലമെൻ്ററി പാർട്ടിക്കിളിനെയും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ആൻഡ് ദോസ് എലമെൻ്ററി പാർട്ടിക്കിൾസ് ആർ കോൾഡ് ആസ് ന്യൂട്രിനോസ് ആൻഡ് ആൻറ്റി ന്യൂട്രിനോസ്. അപ്പോൾ നമ്മൾ ബീറ്റ മൈനസ് എമിഷൻ കണ്ടപ്പോൾ എങ്ങനെയാണ് ബീറ്റ മൈനസ് എമിഷൻ നടക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ബീറ്റ മൈനസ് എമിഷനിൽ ന്യൂക്ലിയസിനകത്തുള്ള ഒരു ന്യൂട്രോൺ, ന്യൂക്ലിയസിൻ്റെ അകത്തായിരിക്കുമല്ലോ എന്തായാലും ന്യൂട്രോൺ ഉണ്ടാവുക. ന്യൂട്രോൺ എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു? ഒരു പ്രോട്ടോണായിട്ടും ഒരു ഇലക്ട്രോണായിട്ടും ഒരു ആൻറ്റി ന്യൂട്രിനോ ആയിട്ടും, പ്ലസ് കുറച്ചൊരു എനർജി ഉണ്ടാവും കേട്ടോ. പ്ലസ് എനർജി എന്ന് എഴുതേണ്ട, അതിനെ തൽക്കാലം ഡെൽറ്റ ഇ എന്ന് എഴുതിയാൽ മതി. ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് എനർജിയാണ് അവിടെ ഉണ്ടാവുക. എനർജി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ പുറത്ത് സ്റ്റേബിൾ ആണ്, ബട്ട് ന്യൂക്ലിയസിൻ്റെ അകത്ത് ഇലക്ട്രോൺ അൺസ്റ്റേബിൾ ആണ്. സോ ദാറ്റ് ഇലക്ട്രോൺ വിൽ ബി റേഡിയേറ്റഡ്. ഈ ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിച്ചത് മക്കളെ? ബീറ്റ മൈനസ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ നെഗറ്റീവ് ബീറ്റ പാർട്ടിക്കിൾ എന്ന് വിളിച്ചത്. അപ്പോൾ ഈ പ്രോട്ടോൺ അവിടെ ന്യൂട്രോൺ കൺവേർട്ട് ചെയ്ത് ആരുണ്ടായിട്ടുണ്ട്? ഒരു പ്രോട്ടോൺ ഉണ്ടായിട്ടുണ്ട്. ആ പ്രോട്ടോൺ എവിടെയും പോയില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. പ്രോട്ടോൺ എവിടെ സ്റ്റേബിൾ ആണ്? ന്യൂക്ലിയസിൻ്റെ അകത്ത് സ്റ്റേബിൾ ആണ്. സോ ഇറ്റ് വിൽ ബി ദെയർ ഇറ്റ് സെൽഫ്. പിന്നെ ബാക്കി വരുന്ന ആരാ? ഒരു ആൻറ്റി ന്യൂട്രിനോ ആണ്. ഈ ആൻറ്റി ന്യൂട്രിനോസ് പുറത്തേക്ക് വരുന്നുണ്ട്. സോ ആ ആൻറ്റി ന്യൂട്രിനോസും കൂടെ പുറത്തേക്ക് വരുന്നതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ഈ കാണുന്ന പാത്തിന് നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. കാരണം എല്ലാ ബീറ്റ പാർട്ടിക്കിളിനും സെയിം കൈനറ്റിക് എനർജി ആവണം എന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും സെയിം റേഡിയസ് ഓഫ് കർവേച്ചർ ആവണം എന്നില്ല. കാരണം കുറച്ച് എനർജി ആർക്കും കൂടെ പോകുന്നുണ്ട്, ആൻറ്റി ന്യൂട്രിനോസും കൂടെ പോകുന്നുണ്ട്. സോ ഡിപ്പെൻഡ്സ് ഓൺ ദ എനർജി ദാറ്റ് ഈസ് ടേക്കൺ അവേ ബൈ ദ ആൻറ്റി ന്യൂട്രിനോ, ദർ വിൽ ബി ചേഞ്ചസ് ഇൻ ദ റേഡിയസ് ഓഫ് ബീറ്റ പാർട്ടിക്കിൾസ് വിച്ച് ആർ എമിറ്റഡ് ഫ്രം ദ ന്യൂക്ലിയസ്. അപ്പോൾ അതാണ് ഈ ഡിഫറെൻറ്റ് റേഡിയസ് വരാനുള്ള കാരണം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ബീറ്റ പ്ലസ് എമിഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ, ബീറ്റ പ്ലസ് എമിഷൻ നടക്കുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അവിടെ ഒരു ന്യൂട്രോൺ കൺവെർട്ട് ചെയ്യുന്നതിന് പകരം ഒരു പ്രോട്ടോൺ ആണ് അവിടെ കൺവേർഷൻ നടക്കുന്നത്. ഒരു പ്രോട്ടോൺ എന്തായിട്ട് മാറുന്നുണ്ട്? ഒരു ന്യൂട്രോൺ ആയിട്ട് മാറും. പ്രോട്ടോൺ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ന്യൂട്രോൺ
പ്ലസ് എ പോസിട്രോൺ പ്ലസ് എ ന്യൂട്രിനോ. ഇത് ആൻറ്റി ന്യൂട്രിനോ ആണ്, ഇത് ന്യൂട്രിനോ ആണ്. പ്ലസ് കുറച്ച് എനർജിയും അവിടെ എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ പ്രോട്ടോൺ ന്യൂട്രോൺ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ന്യൂട്രോൺ ന്യൂക്ലിയസിൻ്റെ അകത്ത് സ്റ്റേബിളാണ്. സോ ആ ന്യൂട്രോൺ അവിടെ തന്നെ നിൽക്കും. പിന്നെ ബാക്കി വരുന്ന ആരാണ്? ഒരു പോസിട്രോൺ ആണ്. പോസിട്രോൺ ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആണ്. സോ ഇറ്റ് വിൽ ബി എമിറ്റഡ് അലോങ് വിത്ത് ദ ന്യൂട്രിനോ. ഇത് ആൻറ്റി ന്യൂട്രിനോ, ഇത് ന്യൂട്രിനോ ആണ്. അപ്പോൾ ബീറ്റ പ്ലസ് എമിഷൻ ആണെങ്കിലും ബീറ്റ മൈനസ് എമിഷൻ ആണെങ്കിലും ആ പാർട്ടിക്കിൾസിന് വരുന്ന ഡിഫറെൻറ്റ് റേഡിയസിൻ്റെ റീസൺ അവിടെ അവരുടെ ഒപ്പം തന്നെ പുറത്തേക്ക് വരുന്ന ന്യൂട്രിനോയും ആൻറ്റി ന്യൂട്രിനോയും ആണ്. സോ എ ഫ്രാക്ഷൻ ഓഫ് ദ എനർജി വിൽ ബി ടേക്കൺ അവേ ബൈ ദോസ് elementary particle and there will be change in the kinetic energy of beta particle in every case, and that change in the kinetic energy accounts for the change in the radius of curvature when you are exposing it to an external magnetic field. Okay, അപ്പോൾ ഇതാണ് ബീറ്റ മൈനസ് എമിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇനി ഇതിൽ നമുക്ക് അടുത്ത് പറയേണ്ടത്, ഇപ്പോൾ ആൽഫ എമിഷൻ നടന്നു, ബീറ്റ എമിഷൻ നടന്നു, ന്യൂക്ലിയസ് ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആവുന്നു. പക്ഷേ സ്റ്റേബിൾ ആവുക ഇൻ ദ സെൻസ് അതിൻ്റെ മാസ് കുറഞ്ഞാൽ മാത്രം പോരാ, അല്ലെങ്കിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആ ഒരു സ്റ്റേബിൾ ലെവലിലേക്ക് എത്തിയാൽ മാത്രം പോരാ. ദ ന്യൂക്ലിയസ് ഹാസ് ടു ബി ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. സപ്പോസ് ഈ ആൽഫ ബീറ്റ എമിഷൻ നടന്നതിന് ശേഷം ന്യൂക്ലിയസ് സ്റ്റേ ചെയ്യുന്നത് ഹയർ എനർജി ലെവലിലാണെങ്കിൽ അല്ലെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഇറ്റ് കണ്ടിന്യൂസ്ലി എമിറ്റ് റേഡിയേഷൻസ്. ആ റേഡിയേഷൻ എന്ന് പറയുന്നത് ആ ന്യൂക്ലിയസിനകത്ത് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ന്യൂക്ലിയസിൽ നിന്ന് പുറത്ത് ആ ന്യൂക്ലിയർ ഫോഴ്സ്, അതായത് എങ്ങനെയായാലും ആ ന്യൂക്ലിയർ പാർട്ടിക്കിൾസ് ദേ ആർ ബൗണ്ട് ബൈ ന്യൂക്ലിയർ, അതായത് ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസ്, അതായത് നമ്മൾ പറയുന്ന ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്, ദേ ആർ ബൗണ്ട് ദംസെൽവ്സ് അല്ലെങ്കിൽ ദേ ആർ ബീങ് ഹെൽഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ബൈ ദ വെർച്യൂ ഓഫ് ന്യൂക്ലിയർ ഫോഴ്സസ്. സോ ആ ന്യൂക്ലിയസിനകത്ത് നിന്ന് ഡ്യൂ ടു ദാറ്റ് ന്യൂക്ലിയർ ഫോഴ്സ് കുറച്ച് എനർജി റേഡിയേഷൻസ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ആ എനർജി റേഡിയേഷൻസിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? ഗാമ റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. സോ എപ്പോഴാണ് ഗാമ റേഡിയേഷൻ നടക്കുന്നത് എന്നുള്ള ആ ഒരു സാഹചര്യം മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ ആൽഫ ബീറ്റ എമിഷൻ നടന്നത് കഴിഞ്ഞാൽ ന്യൂക്ലിയസിന് എന്തായി? അതിൻ്റെ മാസ് വിത്ത് റെസ്പെക്ട് ടു അതിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ അത് ഓൾമോസ്റ്റ് സ്റ്റേബിളായി. ബട്ട് ഇഫ് ഇറ്റ് സ്റ്റിൽ ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്, to come back to the ground state, the nucleus will emit electromagnetic radiation of the highest order. അതിനെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? ഈ പറയുന്ന ഗാമ റേഡിയേഷൻ ആയിട്ട് വിളിക്കുന്നത്. പക്ഷേ ഈ ഗാമ റേഡിയേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ന്യൂക്ലിയസിൻ്റെ അറ്റോമിക് നമ്പറിലോ അല്ലെങ്കിൽ മാസ് നമ്പറിലോ ഒന്നും ചേഞ്ച് വരുന്നില്ല. ആ ന്യൂക്ലിയസിൻ്റെ അകത്ത് ഉള്ള, എന്തായാലും ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണിനെയും പ്രോട്ടോണിനെയും പരസ്പരം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജി ഉണ്ടാവില്ല. നമ്മളതിനെ എന്തായിട്ട് പറഞ്ഞിരുന്നു? ബൈൻഡിങ് എനർജി ആയിട്ട് പറഞ്ഞിരുന്നു. ആ ബൈൻഡിങ് എനർജി അത് വലിയ ഹ്യൂജ് മാഗ്നിറ്റ്യൂഡിലായിരിക്കും. ആ ബൈൻഡിങ് എനർജിയിൽ നിന്ന് തന്നെയുള്ള അത് ബൈൻഡിങ് എനർജി വളരെ കൂടുതലാണ്. അതായത് ഇവിടെ പലർക്കും അതൊരു കൺഫ്യൂഷനാണ്, എങ്ങനെയാണ് ന്യൂക്ലിയസിൻ്റെ അകത്ത് ഇത്ര എനർജി ഉണ്ടാവുക എന്നുള്ളൊരു സംശയം ഉണ്ടാവും. ഇപ്പോൾ നമ്മളവിടെ കുറേ പാർട്ടിക്കിൾസൊക്കെ എമിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നു, ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആൽഫ ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂക്ലിയസ് എന്തായി? ഒന്ന് ചെറുതായിട്ട് മാറി. അപ്പോൾ ന്യൂക്ലിയസ് ചെറുതായി, കുറച്ച് പാർട്ടിക്കിളൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ആൽഫ പാർട്ടിക്കിളും പുറത്തേക്ക് പോയിട്ടുണ്ട്, ബീറ്റ പാർട്ടിക്കിളും പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നേരത്തെ കൺസിഡർ ചെയ്ത പോലെ ഒരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യുക, എക്സ് എന്ന് പറയുന്ന ന്യൂക്ലിയസ്. അപ്പോൾ ഇന്ന് ആൽഫയും പോയി ബീറ്റയും പോയി. അപ്പോൾ ആൽഫയും ബീറ്റയും പോയാലും അവർ കൊണ്ടുപോകുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ എടുത്തുകൊണ്ട് പോകുന്ന എനർജി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. കാരണം ആൽഫയുടെയും ബീറ്റയുടെയും പെനിട്രേറ്റിംഗ് പവർ വളരെ കുറവാണ്, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കുറവാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ന്യൂക്ലിയസ് ചെറുതായാലും അവിടെ എക്സസ് ഓഫ് എനർജി കണ്ടമാനം കിടക്കുന്നുണ്ട്. ഓക്കെ, ആ എക്സസ് ഓഫ് എനർജിയാണ്, അല്ലെങ്കിൽ ഇനി അത്ര എനർജി അതിന് ആവശ്യമില്ല. സോ ഇറ്റ് റിമൈൻസ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഈവൻ ആൽഫ ബീറ്റ റേഡിയേഷൻ നടന്നാൽ കൂടി അവിടെ എനർജി കാര്യമായിട്ട് അതിന് ലോസ് ആകുന്നില്ല. സോ ബാക്കി വരുന്ന ആ ബൈൻഡിങ് എനർജിയിൽ ബാക്കി വരുന്ന എക്സസ് ആയിട്ട് വരുന്ന ബൈൻഡിങ് എനർജിയാണ് അത് എങ്ങനെ പുറത്തേക്ക് വിടുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഗാമ റേഡിയേഷൻ ആയിട്ട് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അവിടെ ഗാമ റേഡിയേഷൻ നടക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റമാണ്, എ സെഡ് ആണ്. അതിൽ നിന്ന് ഗാമ റേഡിയേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് യാതൊരു ചേഞ്ചും വരുന്നില്ല. ഇത് ചിലപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കാൻ നിൽക്കുന്നത്. ഇറ്റ് ഈസ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ആയിരിക്കാന്നല്ല, എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? ഈ പറയുന്ന ഗാമ റേഡിയേഷൻ നടക്കുകയുള്ളൂ. സോ ദ ന്യൂക്ലിയസ് എക്സ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് വെൻ എമിറ്റ് ഗാമ റേഡിയേഷൻസ് യു വിൽ ബി ഗെറ്റിംഗ് എക്സ് എ. എഴുതിയത് മാറിപ്പോയില്ലേ മക്കളെ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയില്ലേ? എക്സ് സെഡ് എ, എക്സ് സെഡ് എ. പക്ഷേ ഇതെന്തിലായിരിക്കും? ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. പ്ലസ് അതിൻ്റെ കൂടെ ആരും വരുന്നുണ്ടാവാം? ഗാമ ഫോട്ടോൺസും വരുന്നുണ്ടാവും. ആൻഡ് ദോസ് ഗാമ ഫോട്ടോൺസ് വിൽ ബി ഓൾമോസ്റ്റ് ഇൻ ദ ഓർഡർ 1.02
മില്യൺ ഇലക്ട്രോൺ വോൾട്ട് ഓർ ഗ്രേറ്റർ, ആ ഒരു റേഞ്ചിലായിട്ടുള്ള ഗാമ ഫോട്ടോൺസ് ആയിരിക്കും അവിടെ എമിറ്റ് ചെയ്യുന്നത്. പെനിട്രേറ്റിംഗ് പവർ മാക്സിമം ആണ്, ബട്ട് ഒരു തരത്തിലുള്ള ഡിഫ്ലക്ഷനും ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കുന്നില്ല. അപ്പോൾ എപ്പോഴാണോ ആ ആറ്റം അല്ലെങ്കിൽ ആ ന്യൂക്ലിയസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നത് അത്രയും നേരം എന്ത് നടന്നുകൊണ്ടേയിരിക്കും, ഈ പറയുന്ന ഗാമ റേഡിയേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കും. ആൽഫ ബീറ്റ പോലെ ഒരു മൊമെൻ്ററി ആയിട്ട് നടക്കുന്ന പ്രോസസ്സ് അല്ല, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന ഗാമ റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ആൽഫ ബീറ്റ ഗാമ റേഡിയേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. നമുക്ക് അവിടെ ഒരു എക്സെപ്ഷണലായിട്ട് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് കെ ക്യാപ്ചർ. അത് വളരെ റയറസ്റ്റ് ഓഫ് ദ റയർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് കെ ക്യാപ്ചർ. കെ ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ന്യൂക്ലിയസ് എടുക്കുന്നു, പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് എടുക്കുന്നു, അതിന് ചുറ്റും കുറേ ഷെല്ലുകളുണ്ട്. ഈ ഷെല്ലുകളിലൊക്കെ ഇലക്ട്രോൺസ് ഉണ്ടാകാം. അപ്പോൾ വളരെ റയർ സിറ്റുവേഷനിൽ ഇത് ന്യൂക്ലിയസ് ആണ്, ഈ തന്നിരിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. ഇത് ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ് ഓർബിറ്റ്, തേർഡ്, ഫോർത്ത്, ഇഷ്ടംപോലെ ഓർബിറ്റ് ഉണ്ടാവാം. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്നർമോസ്റ്റ് ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ആര് ക്യാപ്ചർ ചെയ്യും, ഈ പറയുന്ന ന്യൂക്ലിയസ് ക്യാപ്ചർ ചെയ്യും. കാരണം ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ്, ഹെവി ന്യൂക്ലിയസിലാണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഹൈ പോസിറ്റീവ് ചാർജ് ഉള്ള ഈ ന്യൂക്ലിയസ് ഒരു ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്ത് ആ ഒരു ഇലക്ട്രോണിൻ്റെ കൂടെ ആര് കമ്പൈൻ ചെയ്യും, ഒരു പ്രോട്ടോൺ കമ്പൈൻ ചെയ്യും. അങ്ങനെ പ്രോട്ടോൺ കമ്പൈൻ ചെയ്തതിന് ശേഷം അപ്പോൾ ഈ ഇലക്ട്രോണിനെയാണ് ആര് ക്യാപ്ചർ ചെയ്യുന്നത്, ന്യൂക്ലിയസ് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ ആ ഇലക്ട്രോണിനെ ആര് ക്യാപ്ചർ ചെയ്യുന്നു, നമ്മളുടെ ന്യൂക്ലിയസ് ക്യാപ്ചർ ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആരാണ്, ഇലക്ട്രോണും പ്രോട്ടോണും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ന്യൂട്രോൺ. അതിൻ്റെ കൂടെ ആരും കൂടെ വരുന്നുണ്ട്, ഒരു ന്യൂട്രിനോയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള റിയാക്ഷൻ അവിടെ നടക്കും. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറിയിട്ടുണ്ടാവും, അൺസ്റ്റേബിളായിട്ട് മാറിയിട്ടുണ്ടാവും. സോ അങ്ങനെ അൺസ്റ്റേബിളായിട്ട് മാറുക അല്ലെങ്കിൽ അത് അയണൈസ് ചെയ്ത് പോകുന്ന സിറ്റുവേഷനിൽ അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ ഓർബിറ്റുകളിൽ നിന്ന്, ഇത് ഇന്നർമോസ്റ്റ് ഓർബിറ്റ് അല്ലേ, ഈ ഔട്ടർ ഓർബിറ്റുകളിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് വരും, ഇന്നർ ഓർബിറ്റിലേക്ക് വരും. ആൻഡ് അറ്റ് ദാറ്റ് മൊമെൻറ്റ് ഇറ്റ് വിൽ എമിറ്റ് എക്സ്റേ റേഡിയേഷൻസ്. ഒരു മിനിറ്റ്, ഓക്കെ, പേന താഴ്ത്തു പോയതാണ്. അപ്പോൾ എന്താ സംഭവിക്കുക, ഇപ്പോൾ ഒരു ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് ക്യാപ്ചർ ചെയ്യുന്നു. ആ ന്യൂക്ലിയസ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് അത് ന്യൂട്രോൺ ആയിട്ട് മാറും. അതിൻ്റെ ഒപ്പം ആരെ എമിറ്റ് ചെയ്യും പുറത്തേക്ക്, ന്യൂട്രോൺ എമിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്തും ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബീറ്റ പ്ലസ് എമിഷൻ്റെ എഫക്റ്റാണ് ഇതിന് വരുന്നത്. കാരണം അവിടെ ഒരു ഇലക്ട്രോൺ ഇതിന് പോവുകയല്ലേ ചെയ്തത്. ഇതും ബീറ്റ പ്ലസ് എമിഷനും പലരും ഒന്നാണ് തെറ്റിദ്ധരിക്കാറുണ്ട്, രണ്ടും ഡിഫറൻ്റ് ആണ്. ഇത് ബീറ്റ എമിഷനുകളിൽ തന്നെ ബീറ്റ മൈനസ് എമിഷനാണ് കോമൺ ആയിട്ട് നടക്കാറുള്ളത്. ബീറ്റ പ്ലസ് എമിഷൻ എന്ന് പറയുന്നത് വളരെ റയർ ആയിട്ടാണ്. ഇത് അതിനേക്കാൾ റയർ ആയിട്ട് നടക്കാൻ സാധ്യതയുള്ളതാണ്. കാരണം ഇത് ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ തന്നെ ചേഞ്ച് ചെയ്യുന്നതല്ലേ, വളരെ റയർ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് ഒരു ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്യുന്നു. ഇലക്ട്രോൺ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടോണും ഇലക്ട്രോണും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ന്യൂട്രോൺ ആയിട്ട് മാറി. സോ മാസ് നമ്പർ ഒന്ന് കൂടും. അറ്റോമിക് നമ്പറിൽ മാസ് നമ്പർ ഒന്ന് കൂടുകയല്ലേ ചെയ്യുന്നത്. അറ്റ് മാസ് നമ്പർ വിൽ ബി ഇൻക്രീസ്ഡ് ബൈ 1. കാരണം പ്രോട്ടോൺ മാസ് നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1. അതെ, മാസ് നമ്പറിൽ എന്തെങ്കിലും ഇല്ല, ഞാൻ പറഞ്ഞു മാറിപ്പോയില്ല മക്കളെ. അറ്റോമിക് നമ്പർ ഒന്ന് കുറയും, കാരണം പ്രോട്ടോൺ ആരായിട്ട് മാറി, ന്യൂട്രോൺ ആയിട്ട് മാറി. പക്ഷേ പ്രോട്ടോണിൻ്റെ എണ്ണം ഒന്ന് കുറഞ്ഞു. സോ ഇതിൻ്റെ ഈ ഒരു കെ ക്യാപ്ചർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് സെഡ് എ ഇതാരായിട്ട് മാറും, മാസ് നമ്പറിൽ ഒരു മാറ്റമില്ല. കാരണം പ്രോട്ടോൺ എന്തായിട്ട് മാറിയിട്ടുണ്ട്, ന്യൂട്രോൺ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ യു വിൽ ഗെറ്റ് അനദർ എലമെൻറ്റ് വൈ. പക്ഷേ വൈയുടെ പ്രോട്ടോണിൻ്റെ എണ്ണം ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവിടെ നമുക്ക് അഡീഷണൽ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ആരായിരിക്കും, ഒരു ന്യൂട്രിനോ ആയിരിക്കും. പക്ഷേ ഇവിടെ ന്യൂട്രിനോ മാത്രമല്ല, കാരണം ഇവിടെ ഇപ്പോൾ ഇന്നർ ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെയാണ് ഇത് അബ്സോർബ് ചെയ്തത്. സോ ഔട്ടർ ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് വരും, ഇന്നർ ഓർബിറ്റിലേക്ക് വരും. ആ ഇന്നർ ഓർബിറ്റിലേക്ക് വരുന്നതിൻ്റെ ഒപ്പം തന്നെ അത് എന്ത് എമിറ്റ് ചെയ്യുന്നുണ്ട്, എക്സ്റേ എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഒപ്പം തന്നെ ആരും കൂടെ വരും, കുറച്ച് എനർജിയും കൂടെ വരും. ഇത് രണ്ടും സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. സോ ഇത് കാണുമ്പോൾ ഇതിനെ ബീറ്റ പ്ലസ് എമിഷനായിട്ട് തെറ്റിദ്ധരിക്കരുത്. അവിടെയാണെങ്കിൽ പോസിട്രോൺ എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇവിടെയാണെങ്കിലോ ഇലക്ട്രോണെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ വളരെ റെയറായിട്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ആൽഫ ബീറ്റ റേഡിയേഷൻസ് ഒക്കെ കണ്ടപ്പോൾ അവിടെയൊക്കെ നമുക്ക് അവിടെ ആ ക്യൂ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ചെയ്തതല്ലാതെ നോർമൽ വഴികളുണ്ട്. നമ്മളിപ്പോൾ മാസ് ഡിഫക്റ്റ് ആൻഡ് ബൈൻഡിങ് എനർജി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ഒരു ആൽഫ എമിഷൻ നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഡെൽറ്റ എം, ഇപ്പോൾ ഞാൻ ആൽഫയുടെ കേസാണ് മക്കളെ പറയുന്നത്. ഒരു ആൽഫ എമിഷൻ നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും, മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രൊഡക്റ്റിൻ്റെ മാസ് മൈനസ് റിയാക്റ്റൻറ്റിൻ്റെ മാസ്. അപ്പോൾ ഇവിടെ
നമുക്ക് ആൽഫ എമിഷൻ നടക്കുന്ന സിറ്റുവേഷൻ നോക്കിക്കോളൂ. ആൽഫ എമിഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്നത് ഒരു ഹീലിയം ന്യൂക്ലിയസും പിന്നെ ഒരു വേറൊരു എലമെൻറ്റുമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് ഇസഡ് എ അത് ആരായിട്ട് മാറി, ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറി. He24 പ്ലസ് വൈ Z-2 A-4 പ്ലസ് ക്യൂ. ഈ ക്യൂ കണ്ടുപിടിക്കാനുള്ള വേറൊരു വഴിയാണ് പറയുന്നത്, അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരുന്നു. അപ്പോൾ ഡെൽറ്റ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മാസ്ന്ന് എന്ത് കുറയ്ക്കണം, ഇതിൻ്റെ മാസ് കുറയ്ക്കണം. അപ്പോൾ എത്ര വരും, മാസ് ഓഫ് വൈ മൈനസ് മാസ് ഓഫ് ആൽഫ, അല്ലെ മാസ് ഓഫ് വൈ പ്ലസ് മാസ് ഓഫ് ആൽഫ മൈനസ് മാസ് ഓഫ് എക്സ്. ഇത് നേരെ തിരിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നേരെ തിരിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ പല ടെക്സ്റ്റ് ബുക്കുകളിൽ നേരെ തിരിച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. അതിപ്പോൾ എങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്ത് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ, ഈ മാസ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഇത്തിരി നെഗറ്റീവ് ഫാക്ടറായിട്ട് വരാം. ഇനിയിപ്പോൾ അത് അങ്ങനെ വന്നിട്ട് ഇനിയിപ്പോൾ ആർക്കും കൺഫ്യൂഷൻ വേണ്ട, ഈ രീതിയിൽ ഏത് രീതിയിൽ എഴുതിയാലും. കാരണം ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ മാസിൽ നിന്ന് ഇതിൻ്റെ മാസ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നെഗറ്റീവായിട്ട് കിട്ടും. കാരണം കുറച്ച് മാസം എന്തായിട്ട് പോകുന്നുണ്ട്, എനർജി ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ടെക്സ്റ്റിൽ കാണുന്ന പോലെ തന്നെ ഞാനങ്ങ് എഴുതിയേക്കാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതിയാൽ മതി, മാസ് ഓഫ് എക്സിൽ നിന്ന് നമ്മൾ ആരെ കുറയ്ക്കണം, മാസ് ഓഫ് ആൽഫയും മാസ് ഓഫ് വൈയും കുറയ്ക്കണം ഇൻറ്റു ഇതാണ് ഡെൽറ്റ എം. ഈ ഡെൽറ്റ എം എന്ന് പറയുന്നത് കിലോഗ്രാമിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, C² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതല്ല ഇതിനി AMUലാണ്, മോസ്റ്റ് പ്രോബബ്ലി ഇതെല്ലാം AMUൽ തന്നെ തരുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ക്യൂ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മുടെ വഴി എന്താണ്, ഡെൽറ്റ എം ഇൻറ്റു 931 MeV ഇങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ ബീറ്റ എമിഷൻ ആണെങ്കിലും സെയിം പ്രോസസ്സ് തന്നെയാണ്. ബീറ്റ എമിഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ബീറ്റ എമിഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ബീറ്റ എമിഷനിൽ XZA അത് ആരായിട്ട് മാറുന്നത്, വൈ. ഞാൻ ബീറ്റ മൈനസിൻ്റെ മാത്രമേ പറയുന്നുള്ളൂ, എ പ്ലസ് ഒരു E-10 പ്ലസ് ക്യൂ. ഇവിടെയും നമുക്ക് ഡെൽറ്റ എം കണ്ടുപിടിക്കുന്ന സമയത്ത് മാസ് ഡിഫക്റ്റ് ഇൻ ദിസ് കേസ് ഇസ് ഈക്വൽ ടു എത്ര വരും, മാസ് ഓഫ് എക്സിൽ നിന്ന് മാസ് ഓഫ് വൈയും മാസ് ഓഫ് ഇലക്ട്രോണും മൈനസ് ചെയ്ത് കളഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ മാസ് ഡിഫക്റ്റ്. ഇതൊക്കെ അഡീഷണൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ കിലോഗ്രാമിലാണെങ്കിൽ മാത്രം നിങ്ങൾ C² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. AMUലാണെങ്കിൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യാൻ പറഞ്ഞ ഇക്വേഷൻ, ജസ്റ്റ് ഫൈൻഡ് ദ മാസ് ഡിഫക്റ്റ് ഇൻ AMU ആൻഡ് മൾട്ടിപ്ലൈ ബൈ 931. സോ ദാറ്റ് മച്ച് MEV വിൽ ബി ദ ക്യൂ വാല്യൂ. ഇതിപ്പോൾ ക്യൂ വാല്യൂ പലതരത്തിൽ, ഇത് നേരത്തെ പറഞ്ഞത് ഒരു മെത്തേഡ്, ഇനി അതല്ല ഈ മെത്തേഡിലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇങ്ങനെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അത് ഒരേ കാര്യം തന്നെയാണ്, പല വഴിയാണെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇത് ടോട്ടൽ ക്യൂ വാല്യൂവിൻ്റെ കാര്യമാണ്. ടോട്ടൽ ക്യൂ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ക്യൂ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ഡിവൈഡ് ചെയ്തെടുക്കാം, ആൽഫയുടെ കൈനറ്റിക് എനർജി എത്രയാണ്, മറ്റേ വൈൻ്റെ കൈനറ്റിക് എനർജിയാണ്. അതിന് റിലേഷൻ ഉണ്ടല്ലോ. എങ്ങനെയാണ്, ടോട്ടൽ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് വൈ ആണ്. ആൻഡ് ദേ വിൽ ബി ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ. കൈനറ്റിക് എനർജി ഓഫ് ആൽഫ അറിയാലോ, കൈനറ്റിക് എനർജി ഓഫ് ആൽഫ ഈക്വൽ ടു A-4 ഡിവൈഡഡ് ബൈ A ഇൻറ്റു ക്യൂ അല്ലേ. ആൻഡ് ദറ്റ് ക്യൂ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ലൈക്ക് ദിസ്. അപ്പോൾ ക്യൂ വാല്യൂ തരാത്തൊരു ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് ദ ക്യൂ വാല്യൂ ബൈ യൂസിങ് ദിസ് ഫോർമുല. ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈക്വൽ ടു A-4 divided by A into Q and Q is here. ഓക്കെ, അപ്പോൾ അതങ്ങനെ. അപ്പോൾ ആൽഫ ബീറ്റ ഗാമ റേഡിയേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് മെയിനായിട്ടും ആൽഫ ബീറ്റ ഗാമ റേഡിയേഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, അവരുടെ കൈനറ്റിക് എനർജിയുടെ ന്യൂമറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു, അഡീഷണൽ ആയിട്ട് എക്സെപ്ഷണൽ ആയിട്ട് വരുന്ന ചില കേസുകൾ, ഇപ്പോൾ K ക്യാപ്ചറൊക്കെ പോലെയുള്ള ചില കാര്യങ്ങൾ, അതുപോലെ ബീറ്റ പ്ലസ് എമിഷൻ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. അതായത് റേഡിയോ ആക്റ്റീവ് ലോ, പിന്നെ അതുപോലെ ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. അതിൽ റേഡിയോ ആക്റ്റീവ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇന്നേക്ക് ഇത്ര മതി. താങ്ക് യു.